ഹായ്, എൻ്റെ മോളാണെങ്കിൽ ഈ മുട്ടച്ചോറ് ഭയങ്കര ഇഷ്ടമാണ് അവൾക്ക്. അപ്പം ആ മുട്ടച്ചോറ് ഞാൻ പല വിധത്തിലുണ്ടാക്കും. അപ്പോൾ അതിൽ ഒരു വിധം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. ഞാൻ എങ്ങനെയാണെന്ന് അവൾക്ക് ആ ചോറ് അവൾ കഴിക്കും നന്നായിട്ട്. അപ്പോൾ നമുക്ക് കാണാം അതെങ്ങനെയാണ് ഞാൻ ഉണ്ടാക്കുന്നത്, നമുക്ക് കൊടുക്കുന്നത്. മുട്ട സ്ക്രാമ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന മുട്ട പൊരിച്ച് ചിക്കി തോർത്തിയെടുത്തില്ലേ, ആ ചീഞ്ചട്ടിയിലേക്ക് തന്നെ ഞാൻ ഇച്ചിരി എണ്ണ ഒഴിച്ചു. അതിലോട്ട് അരിഞ്ഞ് വെച്ചിരിക്കുന്ന ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിരിക്കുന്ന സവോള ഇന്ന് കൈ കൊണ്ട് ജസ്റ്റ് ഒന്ന് ഞെരടി ഇട്ടിട്ടുണ്ട്. അപ്പം ഞാൻ കാണിച്ചു തരാം എന്തൊക്കെയാണ് ഞാൻ എൻ്റെ മോൾക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കി കൊടുക്കുന്നതാണ്. അതുകൊണ്ട് സവോള ഉണ്ട്, വീട്ടിൽ എന്തൊക്കെയുണ്ടോ അതിനനുസരിച്ചിട്ടാണ് ഞാൻ കൊടുക്കുന്നത് കേട്ടോ. ഇപ്പോൾ ക്യാരറ്റ് ഉണ്ട്, അതെടുത്തിട്ടുണ്ട്. ഇത് മല്ലിയില, സ്പ്രിംഗ് ഓണിയൻ എടുത്തിട്ടുണ്ട്, ചിക്കൻ എടുത്തിട്ടുണ്ട്, മുട്ട സ്ക്രാമ്പ് ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പം സവോള ഒന്ന് നന്നായിട്ടൊന്ന് ഒരു വഴണ്ടൊക്കെ പോകണ്ട, അന്നൊന്ന് ഒരു അത്യാവശ്യം ഒന്ന് വാടി കിട്ടിയാൽ മതി. അപ്പോൾ അതൊന്ന് വാടട്ടെ. അപ്പം അതിനാവശ്യമുള്ള ചോറ് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ഞാൻ ഈ പൊന്നിയരിയാണ് ഇവിടെ ഉപയോഗിക്കുന്നത് വീട്ടിൽ. അപ്പം അതാണ് എടുത്ത് വെച്ചിരിക്കുന്നത്. ബിരിയാണി റൈസോ അങ്ങനെയുള്ളതൊന്നുമല്ല. അപ്പോൾ ഇത്രയുമാണ്. അപ്പം തീ കൂട്ടിയിട്ട് കൊടുത്തിട്ട് നമുക്കിന്ന് ഒന്ന് ജസ്റ്റ് ഒന്ന്, അതായത് ഒരു ഫ്രൈഡ് റൈസിൻ്റെയൊക്കെ ഒരു അനിയത്തിയോ അനിയനോ ഒക്കെ ആയിട്ട് വരും. ആ ഒരു ലെവലിലാണ് ഞാൻ ഇത് ചെയ്യുന്നത്. അപ്പോൾ അത്യാവശ്യം ഇതായി കഴിഞ്ഞപ്പോൾ നമുക്ക് ഇങ്ങനെ ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിരിക്കുന്ന ക്യാരറ്റ് ഇട്ട് കൊടുക്കാം. ക്യാരറ്റൊക്കെ മുമ്പ് കഴിക്കുന്ന ഇഷ്ടമൊക്കെ മെഴുക്കുവരട്ടി വെച്ച് കൊടുത്താൽ ഞങ്ങൾ കഴിക്കും. ക്യാരറ്റ് ഇട്ട് കൊടുത്ത് അതവിടെ നന്നായിട്ടൊന്ന് വേവട്ടെ. കാരണം കുഞ്ഞല്ലേ, അവൾക്ക് പല്ലുണ്ടെങ്കിലും ചിലപ്പോൾ ചെറിയൊരു കട്ടി തോന്നിയാൽ അവൾ പിന്നെ കഴിക്കുകയില്ല. അപ്പം സവാളയുടെ കൂടെ അതൊന്ന് വേവട്ടെ. ഇതിൻ്റെ കൂടെ നമുക്കിതിനാവശ്യമുള്ളൊരു ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. ഒന്ന് ഇളക്കി കൊടുക്കാം. നമ്മൾ തീരെ കട്ടി കുറച്ച് കനം കുറച്ച് ചെയ്യുന്നതായതുകൊണ്ട് വേഗം തന്നെ ക്യാരറ്റ് വെന്ത് കിട്ടും. നമ്മൾ നല്ല കട്ടിക്ക് ചെയ്യുമ്പോഴാണല്ലോ പാട്. അപ്പോൾ ഇത് ഏകദേശം ഒരു 3/4 വേവായിട്ടുണ്ട്. അപ്പോൾ നമുക്കതിലേക്ക് ഈ സ്പ്രിംഗ് ഓണിയൻ കുറച്ചിട്ട് കൊടുക്കാമേ. അത് സ്പ്രിംഗ് ഓണിയൻ സാധാരണ ഗതിയിൽ നമ്മളിങ്ങനെ ജസ്റ്റ് ഇട്ട് കൊടുത്തുന്ന ഇതാവുമല്ലേ ഉള്ളൂ. ഇത് കുഞ്ഞിന് കൊടുക്കുന്നതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ ഇടുന്നത്. കാരണം കുഞ്ഞിന് അവൾക്ക് ഇതിൻ്റെ പച്ച ടേസ്റ്റോ അങ്ങനെയൊന്നും അവൾക്ക് പറ്റിയല്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ ആദ്യം തന്നെ അത് ഇട്ട് കൊടുക്കാം. കാരണം അതൊന്ന് വേവട്ടെ. എന്നിട്ട് സാധാരണ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ മുകളിൽ കൂടെ നമ്മൾ നല്ല ഒരു മണത്തിനും ഒരു ഭംഗിക്കൊക്കെ പച്ചപ്പ് കിട്ടാൻ വേണ്ടി നമ്മളിങ്ങനെ ഇടും അല്ലേ. പക്ഷേ കുഞ്ഞാകുമ്പോൾ അതങ്ങനെ കഴിക്കുകയല്ല. അവൾക്ക് നമ്മൾ ഫ്രൈഡ് റൈസ് അങ്ങനത്തെ വാങ്ങിച്ചു കൊടുക്കുമ്പോൾ അവളത് തിരിഞ്ഞ് മാറ്റി വയ്ക്കും കഴിക്കാതെ. അപ്പം ഇതൊന്ന് മൂടി വയ്ക്കാം. അപ്പം ഈ സ്പ്രിംഗ് ഓണിയനും ക്യാരറ്റും ഉള്ളിയൊക്കെ നല്ലതുപോലെ ആയിട്ടുണ്ട്, കഴിക്കാനുള്ള പാകമായിട്ടുണ്ട്. ഇതിലുള്ള ട്വിസ്റ്റ് ഉണ്ട്. ഞാനിവിടെ അഡീഷണൽ ചേർക്കുന്നതെന്ന് വെച്ചാൽ, അതായത് ഒരു തവണ ഉണ്ടാക്കുമ്പോൾ അത് ചേർക്കില്ല, അടുത്ത തവണ ഉണ്ടാക്കുമ്പോൾ അത് ചേർക്കും. അപ്പം കഴിഞ്ഞ തവണ ഉണ്ടാക്കുമ്പോൾ ചേർക്കില്ല, അപ്പോൾ ഇപ്പോൾ ഉണ്ടാക്കുന്നത് ചേർക്കുന്നത്. അതിന് കാരണങ്ങളുണ്ട് കേട്ടോ. അങ്ങനെ കണ്ടിന്യൂസ് ഒരേ ടേസ്റ്റ് ഉണ്ടാക്കി അവൾ കഴിക്കില്ല. അപ്പം വ്യത്യസ്തമായ രീതിയിലാണ് ഞാൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഈ പ്രശ്നം എന്താ പറയുക, ഈ സോയാ സോസും മറ്റു കാര്യങ്ങളൊന്നും ഒരിക്കലും അതിന് പകരമായിട്ട് ഞാൻ ഇച്ചിരി മഞ്ഞപ്പൊടിയും വീട്ടിൽ തന്നെ പൊടിച്ചെടുത്ത ഗരം മസാല ഒരു 1/4 ടീസ്പൂൺ അതുകൂടി ഇതിനകത്ത് ഇട്ട് കൊടുക്കും. ഞാൻ ഓരോ തവണയും ഓരോ രീതിയിലാണ് ഉണ്ടാക്കുന്നത്. ചില തൈര് ഒഴിച്ചുണ്ടാക്കും, തക്കാളിയും തൈരും ഒക്കെ അങ്ങനെ പല ലെവലുണ്ടാക്കും. ഡെയിലി ഒരേ ലെവലുണ്ടാക്കി കൊടുത്താൽ പിന്നെ കഴിക്കില്ല. ടേസ്റ്റ് ഒക്കെ അത്ര എന്തെങ്കിലും കഴിപ്പിക്കണ്ടേ കുഞ്ഞുങ്ങളെ. അപ്പോൾ ഞാൻ ലേശം ഗരം മസാല മഞ്ഞപ്പൊടി ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇതായിട്ടുണ്ട്. അപ്പോൾ ഇപ്പം ഞാൻ ചെയ്യാൻ പോകുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ എടുത്തു വെച്ചിരിക്കുന്ന ഈ ചോറ് അതിലേക്ക് ഇതൊരു മഞ്ഞ കളറും കിട്ടും, ചെറിയ തോതിലൊരു കളറ്. എന്നാൽ കളർഫുള്ളാണ് താനും അല്ലേ. ഈ എന്തെല്ലാം ചെയ്താൽ ആ ഒരു കൊച്ചിനെ കഴിപ്പിക്കാമെന്ന് ആലോചിച്ചു നിങ്ങൾ. അതിൻ്റെ ടേസ്റ്റ്, അതിൻ്റെ മണം, അതിൻ്റെ ലുക്ക്, അയ്യോ അല്ല നമ്മളൊക്കെ എന്തെങ്കിലും കഴിച്ചോളൂ. എനിക്ക് തോന്നില്ല ഉണ്ടാക്കി വെക്കുന്നത് വേണം കഴിച്ചോളാം നമ്മൾ പറയും. അപ്പോൾ കഴിക്കും. അപ്പോൾ അടുത്ത് പറയുമ്പോൾ നമ്മളിവിടെ എടുത്ത ചിക്കൻ, പച്ചക്കറിയും കഴിപ്പിക്കണം, എല്ലാം കഴിപ്പിക്കണ്ടേ. അപ്പോൾ ചിക്കൻ അങ്ങോട്ട് അതിട്ട് കൊടുക്കാം. ഇട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഇളകി കൊടുക്കാം. അതിലോട്ട് നമ്മൾ മുട്ട വെച്ചിരിക്കുന്നത് ഇട്ട് കൊടുക്കാം. ഒരു ദിവസം ഒരു മുട്ടയെങ്കിലും കൊടുക്കണം എന്നാണല്ലോ, അതിങ്ങനെയൊക്കെയാണ് കുടിപ്പിക്കുന്നത്. എന്നിട്ട് ഇത് മൊത്തം കഴിക്കുമൊന്നുമില്ല കേട്ടോ. മുട്ടയായിട്ട് കൊടുത്താലും അവൾ കഴിക്കില്ല. അത് അവൾക്ക് മഞ്ഞ മാത്രമേ ഇഷ്ടമുള്ളൂ. അത് കഴിച്ചു ബാക്കിയൊക്കെ എടുത്ത് പലകളും. അതുകൊണ്ട് ഇങ്ങനെയാണ് അവളുടെ. പിന്നെ ഞാൻ ചെയ്യാൻ പോകുന്ന പണി, ഇനി അവൾ ചെറിയൊരു മണത്തിന് വേണ്ടി ഒരുപാടൊന്നുമില്ല, ഒരു ലേശം മല്ലിയില അതിൻ്റെ മുകളിൽ ഇങ്ങനെ വയ്ക്കും. എന്നിട്ട് അടച്ച് വയ്ക്കും. ഇനി ഒരു 2 മിനിറ്റ് അങ്ങനെ ഇരിക്കട്ടെ. അപ്പോൾ ഈ 2 മിനിറ്റ് കഴിഞ്ഞ് നല്ല സൂപ്പറായിട്ട് വന്നിട്ടുണ്ട്. അങ്ങനെ കുഴയോ മറ്റൊന്നും ചെയ്തിട്ടില്ല. ഫുൾ കളർഫുള്ളാണ്. ആൾ കഴിച്ചോളും. പിന്നെ ഞാൻ നോക്കിക്കൊണ്ട് ലേശം ഉപ്പിന് കുറവുണ്ട്, ലേശം ഒരു ഉപ്പിന് കുറവുണ്ട്. നമ്മളുടെ ജോലിയാണല്ലോ, ഉപ്പും കൂടെ ഒന്ന് ബാലൻസ് ചെയ്യണം. അത് ടേസ്റ്റിന് ആ ചട്ടിക്ക് അത്ര കഴിക്കാം, ഒന്നാതെ കഴിക്കാൻ മടിയുള്ള കൂട്ടല്ല.
ആ ഉപ്പിനും കൂടിയിട്ട് ഒന്ന് ഇളക്കി. ഓക്കെ, അങ്ങനെ ഇത് റെഡി ആയിട്ടുണ്ട്.